ഹലോ മൈ ഡിയേഴ്സ്, നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോട്ട് റീഡിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് വരുന്ന എനർജി എന്തിനെയാണ് എന്ന് നമുക്ക് കൂടുതലായി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് ആണ് ആവശ്യമുള്ളതെങ്കിൽ ഇവിടെ കാണുന്ന പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചാൽ റൈക്കി നമ്മൾ ഹീൽ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ടാരോട്ട് വെച്ച് ഹീലിംഗ് മെത്തേഡും അത്യാവശ്യം സ്പെൽ വർക്കുകളും ചെയ്തു തരുന്നതാണ്. ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 3 കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാർഡിൽ കൂടുതലായിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. പിന്നെ ഒരു ഏഞ്ചൽ കാർഡും കൂടെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത പക്ഷം അത് വെറും ഒരു ഗൈഡ് ലൈൻസായി വെറുതെ വിട്ടുകളയുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ 3 കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം എംപ്രസ് റിവേഴ്സ്, 7 ഓഫ് സോർഡ്സ്, പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾ. ഇതെന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ താഴെ മിത്തിക് ടാരോ ഡെക്കിൽ കിങ് ഓഫ് വാൺസും, ഏസ് ഓഫ് സോർഡ്സും, 2 ഓഫ് സോർഡ്സും, പിന്നെ ഒരു ഏഞ്ചൽ കാർഡുമാണ് നമ്മൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൂടുതൽ പറയണതെന്ന് നമുക്ക് നോക്കാം. ആദ്യം എംപ്രസ് ആണ്. ഇവിടെ എംപറർ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എംപറർ റിവേഴ്സ് വരുമ്പോൾ ഇവിടെ അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരടയാളം ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ ആരോ നിങ്ങളെ നല്ല രീതിയിൽ അധികാര ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ ചെയ്തിരുന്നു. പാസ്റ്റ് കാർഡിലാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, അവരുടെ പറഞ്ഞ സ്ഥലത്തേക്ക് മാത്രം ചെയ്യുക, അവർക്ക് ഫേവറബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, നിങ്ങളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുക. അങ്ങനെ ഒരു അധികാര ദുർവിനിയോഗത്തിൽ കൂടെ കടന്നു വന്നവരായിരിക്കാം ഈ കാർഡ് വായിക്കുന്ന ഭൂരിപക്ഷം പേരും. അങ്ങനെ ഒരു ഇതാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിങ്ങളെ കൊണ്ട് നിറവേറ്റിക്കാനുള്ള ഒരു തത്രപ്പാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി സംബന്ധിച്ച കാര്യമാണ് ഇവിടെ നിങ്ങൾ കരിയറിനാണ് നോക്കുന്നതെങ്കിൽ അവർ അധികാരികൾ, അതായത് ബോസ് സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഫേവർ ചെയ്യുകയാണെന്ന് തോന്നുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് ഫേവറിസം കാണിക്കുന്ന പോലെ തോന്നിയ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് അവരിവിടെ കൂടി മുതലും ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ പണിയെടുപ്പിക്കുക, അതാണ് ഇവിടെ ഈ എംപറർ റിവേഴ്സിൽ വന്നിരിക്കുന്നത്. ചില സമയം അവർ നിങ്ങളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ അണ്ടറിൽ നിന്ന് പണിയെടുത്ത് മതിയായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം ഇവിടെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലവ് കാർഡ് റീഡിങ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരാണ് ഇപ്പോൾ പാർട്ട്ണർ ലവേഴ്സാണ്, ഇത് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കാണുന്നത് എങ്കിൽ അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് വരരുത്, ഞാൻ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ മതി, പോയാൽ ഇന്ന സമയത്ത് വരണം, ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, വിളിച്ചത് ആരെയാണ്, ഞാൻ എൻ്റെ ആവശ്യമില്ലാതെ വിളിക്കരുത്, മൊബൈൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക, FBയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് അവർക്ക് കൊടുക്കുക, എന്നിട്ട് അവരതിൽ കയറി നോക്കുക, അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം നിങ്ങൾ കോണ്ടാക്റ്റ് വെച്ചാൽ മതി, അല്ലാത്തവരെ അവരെന്നെ ബ്ലോക്ക് ചെയ്തിടുക. ഇങ്ങനെയുള്ള നാനാവിധ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരാണ് ആ അധികാരത്തിൽ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഈ പറഞ്ഞ ആളുകൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഏജ്ഡ് ആയ ആളുകളാവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളികളാണെങ്കിലും നിങ്ങളെക്കാളും ഏജ്ഡ് ആയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഉപദേശിക്കുന്ന രൂപേണയായിരിക്കും നിങ്ങളോട് പറയുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയായിരിക്കും, നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവില്ല, എന്നാലും വയസ്സിന് മൂത്ത ആളല്ലേ പറയുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് പറഞ്ഞത് മുഴുവൻ അനുസരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നിങ്ങൾ അവർ പറയുന്നത് മുഴുവൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 7 ഓഫ് സോർഡ്സിൽ കാണുന്ന പോലെ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ചുറ്റും വാളുകൾ നിർത്തി നിങ്ങളുടെ കൈയും കാലും ഒക്കെ ബന്ധിച്ചിട്ട പോലെയാണ്. നിങ്ങൾക്ക് തിരിയാനും അറിയാനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലവ് റീഡിങ്ങിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കരിയർ ആണെങ്കിലും ഇപ്പോൾ മുതലാളീൻ്റെ അധികാരം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കും പോകാനോ തിരിയാനോ അറിയാനോ ആവശ്യത്തിന് ലീവ് കിട്ടില്ല, പിന്നെ സാലറി ആണെങ്കിലും പറഞ്ഞ സമയത്ത് തരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലവ് റീഡിങ്ങിലാണെങ്കിൽ എന്താ പറയുക, തിരിയാനും അറിയാനും പറ്റാത്തൊരവസ്ഥ. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും അവരുടെ പെർമിഷൻ വേണം, അവരുടെ സമയം ചോദിക്കണം, ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്ത്
തിരിച്ച് കറക്റ്റായിട്ട് എത്തണം, അവരെ വിളിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ ഈ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മടുത്ത് നിൽക്കുകയാണ്. അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, കൈയും കാലും കെട്ടിയിട്ടാൽ നമുക്ക് എന്തുണ്ടാവും, ഒരു കാര്യം ഒരു സ്ഥലത്തേക്ക് ഒന്നും ചെയ്യാൻ ഇഷ്ടത്തോടെ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസും സൂചിപ്പിക്കുന്നത് ആ വ്യക്തി എന്താ പറയുക, ഒരു തമാശ രൂപേണയുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കരുതുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയൊക്കെ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, അവർക്ക് എല്ലാം കളിതമാശയായിരിക്കും. പക്ഷേ കാര്യത്തോടടുത്ത് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് നല്ല രീതിയിൽ, ഞാനിപ്പോൾ ഈ മുമ്പ് പറഞ്ഞ ആ എംബ്രറുടെ എനർജി പോലെ തന്നെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത് വെറും ഒരു കബളിപ്പിക്കലായിട്ടായിരിക്കും, അവർക്ക് ടൈം പാസ് പോലെ ഒരു ഫ്ലേട്ടിംഗ് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും അവർ റിലേഷൻഷിപ്പ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങളെന്തായിരിക്കും, നിങ്ങൾ അത് ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതുപോലെ ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. പക്ഷേ അവർ തീർത്തും എന്താണ്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വിഷമം വരാം. എന്താ പറയുക, പുറമേ ചിരിച്ച് അകമേ കറുത്ത് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് അല്ലേ, അത് ശരിയാണോയെന്നറിയില്ല. അങ്ങനെ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ പഴഞ്ചൊല്ല്. അതേപോലെയാണ് അവരുടെ അത് നിങ്ങളോട് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും അവരുടെ ലോകം, നിങ്ങളാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ഉള്ളിൽ ഇയാൾ പോയ വേറൊരാൾ ഉള്ള ആൾ ഇപ്പോൾ ഇത്രയും കാലം എനിക്ക് വേറൊരാൾ വരുന്നത് വരയ്ക്കും ഇദ്ദേഹം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടാവുന്നത്. പക്ഷേ നിങ്ങളോട് കാർഡ് പറയാന്ന് ഒന്ന് പ്രായോഗിക ബുദ്ധി, ഒന്ന് എന്താ പറയുക, പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇങ്ങനെ തന്നെയാണോ എന്നൊന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനാണ് അവർ പറയുന്നത്. അവരല്ല, നമ്മുടെ കാർഡ് പറയുന്നത്. ഓക്കെ, അരി വേവണമെങ്കിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്നേഹം കൊടുത്ത അരി വേവില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രായോഗികമായി ജീവിക്കാൻ ആവശ്യം പൈസ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പ്രണയം നല്ലതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ മുതലെടുക്കുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇനി അടുത്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കാർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇത് കരിയർ റീഡിങ്ങിൽ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പുതിയൊരു സാമ്പത്തിക അടിത്തറ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കരിയർ വിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഇദ്ദേഹത്തിൻ്റെ അതായത് മുമ്പ് സൂചിപ്പിച്ച ആളുടെ കീഴിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക അടിത്തറ ഇവിടെ കെട്ടിപ്പൊക്കാനാവുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് എന്താ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്നിരിക്കുന്ന ഒരു രാജാവിനെ നമുക്കിത് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. എല്ലാം മതിയായി എന്നുള്ളൊരു രീതിയിൽ. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമം, അതായത് ഇപ്പോൾ ഈ കാർഡ് റീഡിങ് കാണുന്ന ആൾക്കാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുമ്പ് പറഞ്ഞ അനുഭവങ്ങളിൽ നിന്നെല്ലാം മാറി അവർ എന്നിരുന്നാലും എനിക്ക് റിലേഷൻഷിപ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ആയിരിക്കാം, അപ്പോൾ അവർക്ക് ഒരിക്കലും അവരെ വിട്ടു പോകാൻ സാധിക്കില്ല. അപ്പോൾ അവരവരുടെ വാക്കുകൾ കൊണ്ടും സ്നേഹം കൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കി അവരെ വീണ്ടും തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുക. സ്നേഹത്തിന് ഉണക്കാൻ പറ്റാത്ത ഒരു മുറിവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ അത് മിസ്യൂസ് ചെയ്യാതെ സൂക്ഷിക്കാനും കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി അടുത്ത കാർഡ് എന്താണെന്ന് സൂചിപ്പിക്കുന്നത് നോക്കുക. ഏസ് ഓഫ് സോർട്സ് ആണ്. വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു ജഡ്ജ്മെൻറ്റ്, അതായത് ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. ജസ്റ്റിസിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡല്ല എങ്കിലും കൂടെ നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് നിങ്ങളുടെ സന്തോഷം, അതായത് സന്തോഷം ആഗ്രഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോയ ഓരോ വാക്കുകളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെയൊക്കെ പ്രയത്നഫലമായിട്ട് നിങ്ങൾക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്, നീതി ലഭിക്കാൻ പോകുന്നുണ്ട്.
ജീവിതത്തിലെ എല്ലാ വശങ്ങളിലും വ്യക്തതയും സത്യസന്ധതയും നേടാൻ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 2 ഓഫ് സോർഡ്സ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായ 2 ദിശകളിലേക്ക് ചൂണ്ടുന്ന ഒരു വാളായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾ 2 വ്യക്തികളായിരിക്കാം, ഈ ബന്ധത്തിനെ പറ്റിയിട്ടായിരിക്കാം ചൂണ്ടുന്നത്. ഇത് നല്ല 2 വഴികളിലേക്ക് ചൂണ്ടുന്നു എങ്കിലും നിങ്ങൾ അകത്തേക്ക് നോക്കുന്ന സമയം നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാതെ നിങ്ങൾ ആ വാളിന് 2 വാളുകൾക്കും അകപ്പെട്ടിരിക്കുന്ന പോലെ, ചിലപ്പോൾ നിങ്ങളുടെ മക്കളാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ജോലിയാണെങ്കിൽ അതുമായി എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നൊരു അവസ്ഥ കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിൽക്കണോ പുറത്തോട്ട് പോകണോ, അത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നല്ല തീരുമാനം എന്തായാലും എടുക്കാൻ തന്നെയാണ് ഈ 2 ഓഫ് സോർഡ്സും പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഞ്ചൽ കാർഡാണ്. ഏഞ്ചൽ കാർഡ് എന്ന് പറയുമ്പോൾ ഏഞ്ചൽസ് നമ്മളോട് പറയുന്ന മെസ്സേജ്, ഈ ഒരു സ്പ്രെഡുമായി ബന്ധപ്പെട്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. ഉള്ളിൽ നിന്നൊരു ഇന്നർ വോയിസ് വരും അല്ലേ? നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറേ നാളായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇന്നർ വോയിസ്, ഉള്ളിൽ നിന്നൊരു മാലാഖമാർ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം, ഗോഡ് പറയുന്നതായിട്ട് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഏതിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തി നിങ്ങളെ നയിക്കുന്നുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പറയണത് കേൾക്കുക, പ്രാർത്ഥന എത്തിക്കുക. ഏത് മതം ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് എനിക്ക് ഈ ഒരു ബന്ധവുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി തരണമേ, ഇതിൽ ശരിയും തെറ്റും എന്താണെന്ന് എനിക്ക് വേർതിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി ഉണ്ടാക്കി തരണമേ എന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ മാലാഖമാരോട് പറയുക, ചോദിക്കുക. അപ്പോൾ അവർ കൃത്യമായ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ ഇന്നർ വോയിസിലൂടെ തന്നെ അവർ കേൾപ്പിച്ച് തരും എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടാത്തതാണ് ഇവിടെ സാഹചര്യമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി നിങ്ങളത് ക്ഷണിക്കരുത്. ഇത് പല ആളുകളുടെ എനർജിയാണ്. കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ ഇത് വാലിഡേറ്റ് ആവും. അത് ആ ഒരു രീതിക്ക് മാത്രം വിടുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. കാർഡ് റീഡിംഗ് തരുന്നതായിരിക്കും. അല്ല, ഇനി നിങ്ങൾക്ക് ഗൈഡ് ലൈൻസാണ്, ജീവിതത്തിലെ ഗൈഡ് ലൈൻസാണ് ആവശ്യമെങ്കിൽ അതിനും എന്നെ സമീപിക്കാം. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടെയാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് വേണ്ടത്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സഹായമാണ് വേണ്ടതെങ്കിൽ അതിനും എന്നെ സമീപിക്കാവുന്നതാണ്. ഞാനൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഒരു ഹാപ്പിനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് ഡെയിലി ബേസിലാണ് കൊടുക്കുന്നത്. ഡെയിലി രാത്രി 9 to 10 മണി വരെയാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിൽ ഇതിൻ്റെ കാര്യങ്ങളും കൂടുതൽ അതിൽ ഫ്രീ റീഡിംഗ് ഒക്കെ ഉണ്ടാവും. മന്ത്ലി അല്ലെങ്കിൽ ഒക്കേഷനിലേക്ക് ഫ്രീ റീഡിംഗ് ഉണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെ എനർജി എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തട്ടെ ഏഞ്ചൽസ് എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.